ക്വിസ് ആൻഡ് ഫാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ജൂൺ 5-ാം തീയതി പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് ക്വിസ് മത്സരത്തിൽ ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ ആണ്. 25ഓളം ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവരും വീഡിയോ അവസാനം വരെ കണ്ട് ഇന്നത്തെ വീഡിയോയിൽ പറയുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാം പഠിക്കുക. അപ്പോൾ നമുക്കിനി നേരെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഈ വീഡിയോയിലെ ചോദ്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണെന്ന് നോക്കേണ്ടതുണ്ട്. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു: ലോകത്ത് ഏറ്റവും കൂടുതൽ അഗ്നിപർവ്വതങ്ങളുള്ള രാജ്യം ഏതാണ്? ലോകത്ത് ഏറ്റവും കൂടുതൽ അഗ്നിപർവ്വതങ്ങളുള്ള രാജ്യം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയാണ്. എന്നാൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആക്റ്റീവ് വോൾക്കാനോ ഉള്ളത് ഇന്തോനേഷ്യയിലാണ്. ചോദ്യത്തിൽ ആക്റ്റീവ് വോൾക്കാനോ ആണോ അതോ സാധാരണ അഗ്നിപർവ്വതമാണോ എന്ന് പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് തന്നെ ഇന്തോനേഷ്യ എന്നും USA എന്നും കുറേ കമൻറ്റ്സ് വന്നിട്ടുണ്ട്. ഈ രണ്ട് രാജ്യങ്ങൾ കമൻറ്റ് ചെയ്തവരെയും നമ്മൾ വിന്നേഴ്സായി പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ ഇനി ആരൊക്കെയാണ് വിന്നേഴ്സ് എന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ്റെ വിന്നേഴ്സ് അജ്നാസ് MV, റിൻഷ, സീത, അമൽദേവ്, ഹെതുൽ, ശ്രീലക്ഷ്മി, അഷിക KP, ഷമ്മാസ്, ശ്രീവേദ്, അതിഷ് രാജ്, തീർത്ഥ വിജീഷ് എന്നിവരാണ്. അപ്പോൾ ഈ ചോദ്യത്തിൽ ആർക്കും സംശയമില്ല എന്ന് വിചാരിക്കുന്നു. ലോകത്ത് ഏറ്റവും കൂടുതൽ അഗ്നിപർവ്വതങ്ങളുള്ള രാജ്യം USA ആണ്. അതേപോലെ ലോകത്ത് ഏറ്റവും കൂടുതൽ ആക്റ്റീവ് വോൾക്കാനോസ് ഉള്ളത് ഇന്തോനേഷ്യയിലാണ്. ഇതാരും മറക്കാതിരിക്കുക. ഇനി നമുക്ക് ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ശുദ്ധജലത്തിൻ്റെ pH മൂല്യം എത്രയാണ്? അതായത് ശുദ്ധജലത്തിൻ്റെ pH വാല്യൂ എത്രയാണ്? എളുപ്പമുള്ള ചോദ്യമാണ്. ശുദ്ധജലത്തിൻ്റെ pH വാല്യൂ 7 ആണ്. ഉത്തരം അറിയാമെങ്കിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്ന സമയത്തിനുള്ളിൽ അത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം 7. രണ്ടാമത്തെ ചോദ്യം ഇതാണ്: ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ നേതാവ് ആരാണ്? ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ നേതാവ് ആരാണ്? സുന്ദർലാൽ ബഹുഗുണയാണ് ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ നേതാവ്. രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം സുന്ദർലാൽ ബഹുഗുണ. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. UNEPയുടെ ആസ്ഥാനം എവിടെയാണ്? UNEPയുടെ ആസ്ഥാനം എവിടെ? UNEPയുടെ ആസ്ഥാനം നെയ്റോബി എന്ന് പറയുന്ന സ്ഥലമാണ്. അത് സ്ഥിതി ചെയ്യുന്നത് കെനിയയിലാണ്. UNEPയുടെ ഫുൾ ഫോം എല്ലാവർക്കും അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. യുണൈറ്റഡ് നേഷൻസ് എൻവിറോൺമെൻറ്റ് പ്രോഗ്രാം എന്നാണ് UNEPയുടെ ഫുൾ ഫോം. നാലാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. പശ്ചിമഘട്ടത്തിൻ്റെ നീളം എത്രയാണ്? പശ്ചിമഘട്ടം എന്ന് പറഞ്ഞാൽ വെസ്റ്റേൺ ഗാട്സ്. വെസ്റ്റേൺ ഗാട്സിൻ്റെ നീളം എത്രയാണ്? പശ്ചിമഘട്ടത്തിൻ്റെ നീളം ഏകദേശം 1600 കിലോമീറ്റർ ആണ്. അതായത് വെസ്റ്റേൺ ഗട്ട്സിൻ്റെ നീളം എന്ന് പറയുന്നത് 1600 കിലോമീറ്റർ. വീഡിയോയിലെ അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. എന്നാണ് ലോക ജലദിനം? ഇതിൻ്റെ ഉത്തരത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ലോക ജലദിനം അതായത് വേൾഡ് വാട്ടർ ഡേ എന്ന് പറയുന്നത് മാർച്ച് 22-ാം തീയതിയാണ്. അഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം മാർച്ച് 22. ആറാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. എന്നാണ് ലോക സമുദ്ര ദിനം? എന്നാണ് ലോക സമുദ്ര ദിനം? ജൂൺ 8-ാം തീയതിയാണ് ലോക സമുദ്ര ദിനം. അപ്പോൾ ചോദ്യത്തിൻ്റെ ഉത്തരം ജൂൺ 8-ാം തീയതി. ഏഴാമത്തെ ചോദ്യം: സംസ്ഥാനത്തെ ആദ്യത്തെ പ്ലാസ്റ്റിക് മാലിന്യമുക്ത ജില്ല ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ പ്ലാസ്റ്റിക് മാലിന്യമുക്ത ജില്ല എന്നറിയപ്പെടുന്നത് കോഴിക്കോടാണ്. ഏഴാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം കോഴിക്കോട്. എട്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ലോക വനദിനമായി ആചരിക്കുന്നത് എന്നാണ്? വേൾഡ് ഫോറസ്റ്റ് ഡേ ആയി ആചരിക്കുന്നത് എന്നാണ്?
മാർച്ച് 21 തീയതിയാണ് ലോക വനദിനമായി ആചരിക്കുന്നത്. വേൾഡ് ഫോറസ്റ്റ് ഡേ മാർച്ച് 21-നാണ്. 9ാമത്തെ ചോദ്യം, ലോക കാലാവസ്ഥാ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? മാർച്ച് 23 തീയതിയാണ് ലോക കാലാവസ്ഥാ ദിനമായി ആചരിക്കുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ 3 മാർച്ചിലെ ദിവസങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. മാർച്ച് 21 ലോക വനദിനം, മാർച്ച് 22 ലോക ജലദിനം, മാർച്ച് 23 ലോക കാലാവസ്ഥാ ദിനം. 10ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ലോക ഭൗമദിനം എന്നാണ്? അതായത് വേൾഡ് എർത്ത് ഡേ എന്നാണ്? ഏപ്രിൽ 22 വേൾഡ് എർത്ത് ഡേ. 11ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ആസിഡിൻ്റെ അളവ് ധാരാളമായി കലർന്നിരിക്കുന്ന മഴയെ വിളിക്കുന്ന പേരെന്താണ്? 11ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം അറിയുന്നവർ കമൻറ്റ് ബോക്സിൽ പറയുക. ആസിഡിൻ്റെ അളവ് ധാരാളമായി കൂടിയിരിക്കുന്ന മഴയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആസിഡ് റെയിൻ. 12ാമത്തെ ചോദ്യം, മണ്ണൊലിപ്പ് തടയാനായി പോർച്ചുഗീസുകാർ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന പാഴ്വൃക്ഷം ഏതാണ്? മണ്ണൊലിപ്പ് തടയാനായി പോർച്ചുഗീസുകാർ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന പാഴ്വൃക്ഷം കശുമാവാണ്. 12ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം കശുമാവ്. 13ാമത്തെ ചോദ്യം, കേരളത്തിലെ ഏക നിത്യഹരിത വനം ഏതാണ്? 13ാമത്തെ ചോദ്യം ഇതാണ്: കേരളത്തിലെ ഏക നിത്യഹരിത വനം ഏത്? സൈലന്റ് വാലിയാണ് കേരളത്തിലെ ആകെയുള്ള നിത്യഹരിത വനം. 13ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം സൈലന്റ് വാലി. 14ാമത്തെ ചോദ്യം സൈലന്റ് വാലിയുമായി ബന്ധപ്പെട്ടതാണ്. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദിയുടെ പേരാണ് കുന്തിപ്പുഴ. വീഡിയോയിലെ 15ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്ത്യയിൽ പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്നത് എന്നാണ്? 1986-ലാണ് ഇന്ത്യയിൽ പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വരുന്നത്. 16ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. കടലിനടിയിൽ മന്ത്രിസഭാ യോഗം നടത്തിയ ആദ്യത്തെ രാജ്യം ഏതാണ്? ഈ വീഡിയോ ഇതുവരെ ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇനി നമുക്ക് ഉത്തരത്തിലേക്ക് കടക്കാം. മാൽദീവ്സ് ആണ് 16ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം. അതായത് കടലിൻ്റെ അടിയിൽ മന്ത്രിസഭാ യോഗം നടത്തിയ ആദ്യത്തെ രാജ്യമാണ് മാൽദീവ്സ്. 17ാമത്തെ ചോദ്യം ഇതാണ്: ഹരിത വിപ്ലവം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? ഹരിത വിപ്ലവം അഥവാ ഗ്രീൻ റവല്യൂഷൻ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് വില്യം ഗൗസ് ആണ്. 18ാമത്തെ ചോദ്യം: വൃക്ഷങ്ങളെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനശാഖയുടെ പേരെന്താണ്? വൃക്ഷങ്ങളെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനശാഖയുടെ പേരാണ് ഡെൻഡ്രോളജി. ഇതേപോലെ കുറേയധികം പഠന ശാസ്ത്രശാഖയുടെ പേരുകൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചിരുന്നു. അത് കാണാത്തവരാണെങ്കിൽ ഈ വീഡിയോ കണ്ട ഉടൻ തന്നെ ആ വീഡിയോ കൂടി കാണുക. 19ാമത്തെ ചോദ്യം: കേരളത്തിലൂടെ കടന്നുപോകുന്ന ഏറ്റവും വലിയ പർവ്വതനിര ഏതാണ്? പശ്ചിമഘട്ടം അഥവാ വെസ്റ്റേൺ ഗാട്സ് ആണ് കേരളത്തിലൂടെ കടന്നു പോകുന്ന ഏറ്റവും വലിയ പർവ്വതനിര. 20ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. പശ്ചിമഘട്ടത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള കൊടുമുടി ഏതാണ്?
അഗസ്ത്യാർകൂടം അഥവാ അഗസ്ത്യമലൈ എന്നറിയപ്പെടുന്ന കൊടുമുടിയാണ് പശ്ചിമഘട്ടത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള കൊടുമുടി. 21ാമത്തെ ചോദ്യം, ജടായുപ്പാറ സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? കൊല്ലം ജില്ലയിലാണ് ജടായുപ്പാറ സ്ഥിതി ചെയ്യുന്നത്. 21ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം കൊല്ലം. 22ാമത്തെ ചോദ്യം ഇതാണ്, ബഹിരാകാശത്ത് വെജി സിസ്റ്റം ഉപയോഗിച്ച് വിരിഞ്ഞ ആദ്യത്തെ പുഷ്പത്തിൻ്റെ പേരെന്താണ്? സീനിയ എന്നാണ് ബഹിരാകാശത്ത് വെജി സിസ്റ്റം, അതായത് വെജി സിസ്റ്റം ഉപയോഗിച്ച് വിരിഞ്ഞ ആദ്യത്തെ പുഷ്പത്തിൻ്റെ പേരാണ് സീനിയ. 23ാമത്തെ ചോദ്യം, വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളെയും സസ്യങ്ങളെയും കുറിച്ചുള്ള രേഖ ഏതാണ്? വംശനാശ ഭീഷണി അഥവാ എക്സ്റ്റിങ്ഷൻ നേരിടുന്ന ജീവികളെയും സസ്യങ്ങളെയും കുറിച്ചുള്ള രേഖ റെഡ് ഡാറ്റ ബുക്ക് എന്നാണ് അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ വീഡിയോസിലെല്ലാം പറയുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾക്ക് PDF രൂപത്തിൽ ലഭിക്കുവാനായി നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. അതിലേതെങ്കിലും ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളും PDF രൂപത്തിൽ ലഭിക്കുന്നതാണ്. അതുകൂടാതെ നമ്മൾ ആഴ്ചയിൽ ഒരിക്കൽ നമ്മൾ പ്രാക്ടീസ് ക്വിസുകൾ ഗൂഗിൾ ഫോമിലൂടെ നടത്തുന്നതാണ്. അപ്പോൾ അതിലെല്ലാം പങ്കെടുക്കുവാൻ വേണ്ടി നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. 24ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്ത്യയിൽ ജൈവ വൈവിധ്യ അതോറിറ്റി നിലവിൽ വന്നത് എന്നാണ്? ഇന്ത്യയിൽ ജൈവ വൈവിധ്യ അതോറിറ്റി നിലവിൽ വന്നത് 2003-ലാണ്. 24ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം 2003. വീഡിയോയിലെ അവസാന ചോദ്യത്തിലേക്ക് കടക്കാം. ഈ ചോദ്യം കഴിഞ്ഞാലുടൻ ബോണസ് ചോദ്യമാണ്. അപ്പോൾ ചോദ്യം ഇതാണ്, ഭക്ഷ്യജാലികയിലെ ആദ്യ കണ്ണി ആരാണ്? അതായത് ഫുഡ് ചെയിനിലെ ആദ്യ കണ്ണി ആരാണ്? ഭക്ഷ്യജാലികയിലെ അഥവാ ഫുഡ് ചെയിനിലെ ആദ്യ കണ്ണികൾ ഹരിത സസ്യങ്ങളാണ്. 25ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഹരിത സസ്യങ്ങൾ. ഇനി നമുക്ക് ഈ വീഡിയോയിലെ ബോണസ് ചോദ്യത്തിലേക്ക് കടക്കാം. ബോണസ് ചോദ്യം എന്താണെന്നാൽ വീഡിയോയുടെ അവസാനം നിങ്ങൾക്കായി നൽകുന്ന ഒരു ചോദ്യമാണ്. അതിൻ്റെ ഉത്തരം ആരൊക്കെ കമൻറ്റ് ചെയ്യുന്നുവോ അതിലെ കുറച്ച് പേരെ നമ്മൾ അടുത്ത വീഡിയോയിൽ വിന്നറായി പ്രഖ്യാപിക്കുന്നതാണ്. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരത്തിൻ്റെ കൂടെ നിങ്ങളുടെ പേര് കൂടി രേഖപ്പെടുത്തേണ്ടതാണ്. എന്നാൽ മാത്രമേ നിങ്ങൾ ആരാണെന്ന് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ ചോദ്യം വായിച്ച ഉടൻ തന്നെ ഉത്തരം അറിയുന്ന എല്ലാവരും കമൻറ്റ് ബോക്സിൽ ഉത്തരം രേഖപ്പെടുത്തുക. ഈ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ ഇതാണ്, ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതി ഏതാണ്? ഉത്തരം അറിയുന്ന എല്ലാവരും ഉത്തരം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഉത്തരത്തിൻ്റെ കൂടെ നിങ്ങളുടെ പേര് കൂടി രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.